അപ്പൊ ഉല്ലാസ് പന്തളം സൂപ്പർ പേരാ. നമ്മളെന്താ സുമേഷ് ബാക്കി ഒരു സ്ഥലപ്പേര് ഇടാഞ്ഞത്? സ്ഥലപ്പേര് പഴന്തോട്ടം, സ്ഥലത്തിന്റെ പേര് പഴന്തോട്ടോ. അത് കൊള്ളാം. സുമേഷ് പഴന്തോട്ടം രംഗത്ത്. അല്ല, ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. സുമേഷ് പഴന്തോട്ടം എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, സുമേഷ് കൊച്ചി എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതോ ഈ പഴന്തോട്ടം എവിടെയാ ശരിക്കും? പഴന്തോട്ടം പുത്തുംകുരിശ് നമ്മുടെ വണ്ടറിലേക്ക് അടുത്തതായിട്ട്. തോട്ടം ഉണ്ടോ ശരിക്കും? തോട്ടം ഉണ്ടായിരുന്നു, വേറെ ആളുടെ ആയിരുന്നു. ഇപ്പൊ പഴം മാത്രമേ ഉള്ളത്. പക്ഷേ ഈ പഴന്തോട്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇട്ടിരുന്നെങ്കിൽ ഒരു അപകടം സംഭവിച്ചാണ്. സുമേഷ് ആൾക്കാർ മറക്കുകയും പഴന്തോട്ടം എന്നുള്ളത് ഹൈലൈറ്റ് ആവുകയും ചെയ്തു. അല്ലേ? അത് നന്നായി. ഒരു പിന്നെ ഉല്ലാസിന് ഗുണം എന്താ പറയാ, പന്തളം എന്ന് വിളിച്ചാലും പ്രശ്നമൊന്നുമില്ലല്ലോ. മാത്രമല്ല പന്തളം സുധാരം ഉള്ളതുകൊണ്ട് ഈ അദ്ദേഹത്തിനെ അങ്ങ് വിളിച്ചു തുടങ്ങിയ ആൾക്കാരും. പന്തളം ബാലിനെ ഒന്നും ആരും പന്തളം എന്ന് വിളിക്കുന്നില്ല. ഇത് ബന്ധുവല്ലേ പന്തളം എന്ന് വിളിക്കില്ല. പന്തളം സുധാകരനെ ആൾക്കാർ പ്രത്യേകിച്ച് മന്ത്രിയായിരിക്കുമ്പോഴേ ആ പന്തളത്തോട് പറഞ്ഞാൽ മതി. ഈ ഉല്ലാസിന്റെ പേര് ആദ്യം നീലലോഹിതദാസൻ എന്നായിരുന്നു. ഞാൻ നേരത്തെ നാടാടുന്നോട് ഇട്ട് കഴിഞ്ഞാൽ വേറെ ആളായി പോയി. അതെന്താ ഉല്ലാസിലേക്ക് ഒരു പരിണാമം എങ്ങനെ ഉണ്ടായത്? നീലലോഹിത അത് അച്ഛനിട്ട പേരായിരുന്നു. അറിഞ്ഞം കിട്ടതാ ഒരു കോടിയിൽ ഞാൻ വന്നപ്പോ പറഞ്ഞു. പിന്നെ അത് എന്റെ അമ്മയുടെ മാമന്, അമ്മയുടെ ആങ്ങള, അദ്ദേഹത്തിന് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. എടാ നീലദാസ എന്ന് വിളിക്കാനുള്ള ഒരു സുഖമുണ്ടല്ലേ? അങ്ങനെയാണ് പുള്ളിയാണ് പേര്. പിന്നെ ഷോർട്ടായിട്ട് നീലാന്ന് വിളിക്കായിരുന്നു. നീലാന്ന് വെച്ചാൽ ഈ ഇന്നത്തെ കാലത്ത് നീല എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥം അല്ലേ? അതും പ്രശ്നം. ജീവിക്കാൻ അനുവദിക്കാത്തൊരു കാലം തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ ഉല്ലാസ് ഒരുപാട് വേദികളിലൊക്കെ പോകുന്ന ആളാണല്ലോ. അപ്പൊ ഈ ഗൾഫിൽ പോയി ഒരു സംഘടകരുടെ പറ്റിച്ചൊരു ഫ്ലൈറ്റ് മിസ്സായ ഒരു കേസില്ലേ? അത് ഏത് കാലത്തായിരുന്നു? അത് രണ്ടുപേരുണ്ട്. അത് വേദികളിൽ ഒരുപാട് പോകാറുണ്ട്. ഞങ്ങള് അധികം സ്റ്റേജ് ഷോ ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരുമിച്ച് കുറെ നാളായിട്ട് അടുപ്പിച്ച് ചെയ്യുന്ന സ്റ്റാർ മാജിക് ആണ്. അതിനു മുമ്പ് ഞങ്ങൾ 1-2 സ്റ്റേജ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ഞാന് ആദ്യമായിട്ട് അദ്ദേഹം നേരത്തെ പോയിട്ടുണ്ട്, പക്ഷെ എന്റെ കൂടെ ആദ്യമായിട്ട് രംഗത്തെ പ്രതിഭയാ അല്ലേ? എന്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന് ദുബായി കൊണ്ടുപോകാം. ദുബായി ചെന്ന് ഞങ്ങള് പ്രോഗ്രാം കഴിഞ്ഞു, അവര് പൈസയൊക്കെ തന്നു, ഞങ്ങൾ റൂമിൽ വന്നു. അപ്പൊ ഈ സംഘാടകരുടെ ആണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ച 2 പേര് ഞങ്ങളുടെ റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച്. സംഘാടകരാണ് നമ്മൾ ധരിച്ചു. നമ്മൾ സംഘാടക കൂട്ടത്തിലുള്ളതാണെന്ന് വിചാരിച്ചു. അവരുടെ സംസാരം അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ആ 2 ഗസ്റ്റുകൾ വന്നു ഞങ്ങളോട് കുറേ നേരം ഇരുന്നു. ഞങ്ങൾ ഫുഡ് അവര് ആ ഹോട്ടലിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് പാട്ടൊക്കെ പാടിച്ചു. നല്ലപോലെ പാട്ട് പാടും. പാട്ടൊക്കെ പാടി കുറേ സമയം അങ്ങ് പോയി. അപ്പൊ രാവിലെ 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പൊ രാവിലെ ആ ഹോട്ടലിൽ തന്നെ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് സ്വല്പം ഒന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ ഈ സംഘാടകരെ തെറ്റിദ്ധരിച്ച ആൾക്കാരങ്ങ് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുഴപ്പം വന്നതെന്ന് വെച്ചാൽ സംഘാടകർ പൈസ എല്ലാം സെറ്റ് ചെയ്ത് ഹോട്ടലിന്റെ പൈസ എല്ലാം കൊടുത്തു പോയി. ഞങ്ങളുടെ പൈസയും തന്നു. ഈ ഹോട്ടലിൽ അന്ന് രാത്രി കഴിച്ച ഫുഡിന്റെ പൈസ ആയതുകൊണ്ട് ഒരു 18,000 രൂപയുണ്ട്. അത് കൊടുത്തിട്ടില്ല. അപ്പൊ അത് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു അത് സംഘാടകർ. അപ്പൊ അവർ പറഞ്ഞില്ല, അങ്ങനെ ഒരു 1.25 മണിക്കൂർ അവിടെ ഡിലേ ചെയ്ത് അവരെ വിളിക്കുന്നു ഇവരെ വിളിക്കുന്നു, ഇവരുടെ ഫോണിൽ കിട്ടുന്നില്ല. അങ്ങനെ ടെൻഷനായി. പിന്നെ അവസാനം പൈസ കൊടുത്ത് ഞങ്ങൾ അവർ അറേഞ്ച് ചെയ്ത ടാക്സിയിൽ എയർപോർട്ടിൽ ചെന്നപ്പോ 10,000 ദിറംസ് അല്ലല്ലോ, അവിടെ അടിച്ചു വീണേന്. അങ്ങനെ ഞങ്ങൾ അങ്ങ് എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് പോയി. അപ്പൊ അശ്വതി ഇങ്ങോട്ട് വരുന്നു, നമ്മുടെ അശ്വതി ശ്രീകാന്ത്. എന്താ അവിടെ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സായി, അങ്ങനെ നിൽക്കുക. അന്നേരം അശ്വതി പറയാം എന്റെ ഫ്ലൈറ്റ് ഇപ്പൊ പോകും, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നും പറഞ്ഞ അശ്വതി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ വെച്ച് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആ എയർപോർട്ടിൽ അവിടെ വന്നു, നമ്മുടെ നാട്ടുകാരൻ. അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ എൻ്റെ ഇരുന്ന് പൈസ എടുത്ത് ടിക്കറ്റ് എല്ലാം വീണ്ടും എടുത്തു സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ മധുബാലകൃഷ്ണൻ ചേട്ടനില്ലേ, സിംഗർ, അദ്ദേഹത്തിന്റെ അനിയൻ ശ്രീകുമാർ എൻ്റെ ഒരു ഫ്രണ്ടാണ് ദുബൈയിലെ. അദ്ദേഹത്തിനെ വിളിച്ച് റേഡിയോ, അവിടെ FM റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അടുത്ത ഫ്ലൈറ്റ് ടൈം ആയി അവിടെ കൊണ്ടുവന്ന് ഞങ്ങള് ഇത്രയും ടെൻഷൻ അനുഭവിച്ചിട്ട് ഞങ്ങൾ അവിടെ തിരിച്ച് ഫ്ലൈറ്റ് കയറി ഇരിക്കുമ്പോ ഒരാളില്ല. ആരില്ല? ഞങ്ങളുടെ കൂടെ ഫീമെയിൽ ചെയ്യാൻ വന്ന ആർട്ടിസ്റ്റ് ഇല്ല. അയ്യോ മിസ് ചെയ്തു. അങ്ങനെ പുള്ളിക്കാരി ആദ്യമായിട്ട് വരുവാണ്, അതിന്റെ ഒരു ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞു സുമേഷ് ആരുടെ അവരങ്ങനെ പറഞ്ഞു പോയി തിരക്കിപ്പോ സുമേഷ് തിരക്കി. ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു? അതുവരെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ക്യൂവിൽ ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ കയറ്റി വിടുമല്ലോ. ഒരു സ്പായിലിരുന്ന് മുഖം നോക്കുന്നു, പൊട്ട് തൊടുന്നു, ഇങ്ങനൊക്കെ. ഫ്ലൈറ്റുകാരുടെ സമയം കഴിഞ്ഞു. ആദ്യമായിട്ട് അവർക്ക് അറിയില്ലായിരുന്നു ഇത്. ഒരാളെ ഒന്ന് പുറകെ കൂടെ തോണ്ടി വിളിച്ച് സമയമായി വിളിച്ചോണ്ട് പോകും. അങ്ങനെ 80,000 രൂപ
ഞങ്ങളുടെ അവിടുത്തെ രണ്ടാമത് കിട്ടിയ പൈസ അവിടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നാട്ടിലെത്തി. ഹബ്ബി കൊണ്ട് ഞാൻ വിട്ടു. ഹബ്ബി കൊണ്ട് വിട്ടു. ഹബ്ബി കൊണ്ടു വിട്ടിട്ട് ബസ് കാശും തന്നു. ഓക്കെ, നന്നായി. പക്ഷെ ഈ ഫ്ലൈറ്റ് മിസ്സായപ്പം ഉല്ലാസേട്ടൻ അവിടെ ഒരു കബഡി നിർത്തി. കബഡി നിർത്തി എന്ന് പറഞ്ഞാല് ഉള്ള ഗുളിക മുഴുവൻ എടുത്ത് പ്രഷറിന്റെയും ഷുഗറിന്റെ ഒക്കെ ഗുളിക വെച്ചിട്ട് തപ്പതായിട്ട് നിന്നിട്ട് ഓടി നടക്കുമായിരുന്നു.